ഹലോ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്മിലേനിൽ കണ്ട കൃഷ്ണമന്ത്രത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് വശ്യത്തിന് വേണ്ടിയിട്ടും കാര്യസാധ്യത്തിനും അനുഗ്രഹത്തിനും വേണ്ടിയിട്ടും കീർത്തിക്കും വേണ്ടിയിട്ടും ജപിക്കാവുന്ന മന്ത്രങ്ങളാണ്. പ്രേക്ഷകർക്ക് ഏതാണോ ജപിക്കേണ്ടത് അതിനനുസരിച്ച് ജപിച്ചോളൂ കേട്ടോ. 3 മന്ത്രങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, പറയുന്നതുമായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏത് കാര്യമാണോ ആവശ്യം അതിനനുസരിച്ച് ജപിച്ചോളൂ. നമ്മുടെ ജീവിതത്തിലേക്ക്, അതായത് നമുക്കിഷ്ടമുള്ള വ്യക്തികളെ ആകർഷിക്കാനാണെങ്കിൽ വശ്യമന്ത്രം ജപിച്ചോളൂ. നമുക്ക് ഭഗവാന്റെ അനുഗ്രഹവും, നമ്മളൊരു കാര്യം വിചാരിക്കുന്നുണ്ട്, ആ കാര്യം സാധിക്കുന്നതിനാണെങ്കിൽ കാര്യസാധ്യത്തിനുള്ള മന്ത്രം ജപിച്ചോളൂ. കീർത്തിയും പ്രശസ്തിയുമാണ് പ്രേക്ഷകർക്ക് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് ജപിച്ചോളൂ. നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ തീർച്ചയായിട്ടും സാധിപ്പിച്ചു തരുന്നതായിരിക്കും. ഇനി ഒന്നുമില്ലെങ്കിലും വെറും നാരായണായ നമഃ എന്ന മന്ത്രം മാത്രം ജപിച്ചാൽ പോലും ഫലം തരുന്ന ഭഗവാനാണല്ലേ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ നാരായണൻ മഹാവിഷ്ണു. അത്രയും കാരുണ്യവാനായ ഭഗവാനാണ് നമ്മുടെ കൃഷ്ണ ഭഗവാൻ, നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അല്ലേ. അപ്പോൾ ഏതാണോ പ്രേക്ഷകർക്ക് വേണ്ടത് അതിനനുസരിച്ച് ജപിച്ചോളൂ കേട്ടോ. മന്ത്രം പറയാം. വശ്യത്തിനാണെങ്കിൽ ക്ലീം കൃഷ്ണായ സർവവശ്യം കുരു കുരു സ്വാഹ. ഇനി കാര്യസാധ്യത്തിനും അനുഗ്രഹത്തിനുമാണെങ്കിൽ ഓം നമോ കൃഷ്ണായ സർവ വിജയപ്രദായ സ്വാഹ. ഇനി കീർത്തിക്കാണെങ്കിൽ ഓം ക്ലീം കൃഷ്ണ ഗോവിന്ദ പരമാത്മനെ നാരായണായ സ്വാഹ. ഇതാണ് കേട്ടോ 3 മന്ത്രങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഡിസ്ക്രിപ്ഷനിൽ നോക്കി തെറ്റാതെ ഉച്ചരിച്ചോളൂ കേട്ടോ. 108 തവണയാണ് ഉച്ചരിക്കേണ്ടത്. എപ്പോഴാണോ സൗകര്യം അതിനനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ പ്രേക്ഷകരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്